ഇങ്ങനെ ഒരു അവസരം എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഏത്? മുടി വളർത്തുന്നതല്ല, മുടി വളർത്തുന്നതല്ല, സിനിമയിലേക്ക് വരുവാന്ന് പറഞ്ഞപ്പോ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഫസ്റ്റ് പടം ചേച്ചിയുടെ ഏതായിരുന്നു? ഞാൻ ആറാട്ട്. ആറാട്ട് എന്ന മൂവിയിലേക്ക് ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഇതേപോലെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു എല്ലാവരുടെയും റിയാക്ഷൻ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടില്ലേ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ഫോട്ടോ പോലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നെ അറിയുന്നവർ ആ സിനിമ കണ്ടപ്പോ ഇങ്ങനെ ഫോട്ടോ അയച്ചത് വട്ടം വരച്ച് ഇങ്ങനെ ഇത് നീ അല്ലേ എന്ന് ചോദിച്ച് ഇങ്ങനെ വന്നതല്ലാതെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ സിനിമേന്റെ പുറകിൽ പോകുന്നുണ്ട് എന്ന് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് തുടങ്ങിയപ്പോ ഇങ്ങനെ കേസോട് വന്നു. അപ്പം ആൾക്കാരോട് മുടി വെട്ടിയെല്ലാം സമയത്ത് ഞാൻ ഇതിന് വേണ്ടിട്ടാ വെട്ടിയൊന്നും ആർക്കും അറിയില്ല. അപ്പം മുടി മുറിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ ശാസിക്കുമല്ലോ, അങ്ങനെ നീ ഇങ്ങനെ വലിയ മുടി ഒരു വീക്ക്നെസ് ആണ് അങ്ങനെയെല്ലാം അങ്ങനെയെല്ലാം പറഞ്ഞു. പക്ഷെ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞില്ല ഈ സിനിമക്ക് വേണ്ടിട്ടാന്ന് പറഞ്ഞില്ല. അപ്പൊ സിനിമക്ക് ഇപ്പോഴും നമ്മളെ നാട്ടിലെല്ലാം അവരെ നമ്മുടെ കയ്യെത്താത്ത ദൂരത്തിൽ ഒരു ഇതായിട്ട് തന്നെയാണ് കാണുന്നതല്ലേ. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അവർ സംസാരിക്കുകയും ചെയ്യല്. പിന്നെ ഈ കാരണം സിനിമ എന്ന് പറയുമ്പോ ഒരു അതിന്റെ നല്ല വശങ്ങളെക്കാട്ടി മോശമായിട്ടുള്ള കാര്യങ്ങളാ കേട്ടിട്ടുള്ളത്. അതിലേക്ക് ചെന്നാലേ ഇത് സിനിമ വേണമെന്നില്ല, എല്ലായിടത്തും ഈ ഒരു ഇതുണ്ട് എന്നില്ല. അങ്ങനെ പിന്നെ ഇത് വന്ന സമയത്ത് എല്ലാരും ഈ പറഞ്ഞവരെല്ലാം നല്ല രീതിയിൽ രണ്ടുപേരുടെ ലൈഫിൽ എല്ലാരും ഭയങ്കര ഈ നെഗറ്റീവ് പറഞ്ഞവരെല്ലാം പോസിറ്റീവ് ആയിട്ട് പറയുന്നു അല്ലേ? ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി ചേട്ടനോടെ, അതായത് എന്നാത്താൻ കേസോട് മൂവിക്ക് ശേഷം, ഇത് പ്രത്യേകം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എഴുതി തന്നതാണ്, ചോദിക്കണമെന്ന് പറഞ്ഞു. എന്നാത്താൻ കേസോട് മൂവിക്ക് ശേഷം ഗേൾസിൻ്റെ അടുത്ത് നിന്ന് പ്രപ്പോസൽ, ലവ് ലെറ്റേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സുരേഷ് ചേട്ടന്? ഓ ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ പോയി മെസ്സേജ് കിട്ടിയില്ല? ഇല്ല, ഇങ്ങനെ പിന്നെ കമന്റുകളൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. അതും അങ്ങനെ പ്രോമിസിംഗ് ആയിട്ടുള്ള കമന്റുകളൊന്നും ഇല്ല. പ്രോമിസിംഗ് ആയിട്ടുള്ള കമന്റ് ആണ് കിട്ടാത്തത്, അപ്പൊ വേറെ കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. അല്ല പിന്നെ കൊള്ളാല്ലേ ചേട്ടൻ, ക്രഷാണ് എനിക്ക് എന്നൊക്കെ, അങ്ങനെയൊക്കെ സുരേഷ് ചേട്ടനോട് എനിക്ക് ക്രഷാണ് എന്നൊക്കെയുള്ള അങ്ങനത്തെ കമന്റുകളൊക്കെ കാണാം. അത് പക്ഷെ പബ്ലിക് ആയിട്ടുള്ള കമന്റുകളാണ്, അങ്ങനെ പേഴ്സണൽ ആയിട്ട് അങ്ങനെ ലെറ്ററുകളും പരിപാടികളും ഒന്നും വന്നിട്ടില്ല. വരാം, അതെ വരാം എന്നാണ് വിളിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി രാജേഷ് മാധവ് അല്ലേ? സുമലതയ്ക്ക് അതെ പബ്ലിക്. ഇനി എന്തെങ്കിലും പബ്ലിക് അക്കൗണ്ട് ആണ്? നമ്പർ കൊടുക്കുന്നോ? നമ്പർ റീപ്പീറ്റ് കൊടുത്തോ? ഞങ്ങള് സീരിയസ് ആയിട്ട് പറയുമ്പോ സുമലതയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? സുമല ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു പിന്നെ ട്രൂ ലവ് ആണ് എനിക്ക് ആവശ്യമൊന്നുമില്ല, ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞ പോലെ സുമലതേനെ ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്.